നല്ല പടം അടിപൊളി പടമാണ്. പടം ഇത്ര നാൾ കാണാത്തൊരു ടെറിട്ടറിയിൽ ഫൈറ്റാണ്. കാര്യം ബോട്ട്, കടല്, പിന്നെ അതുമല്ല ഈ ഉൾക്കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ ലൈഫും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറുടെ പേര് കണ്ടാണ് ഞങ്ങൾ കാണാൻ പോയത്. പെപ്പെ എന്നൊരു ആസ്പെക്റ്റിനെക്കാട്ട് കൂടുതൽ പ്രൊഡ്യൂസർ സോഫിയ പോളിലെ കഴിഞ്ഞ വർഷം RDX ഈ പ്രാവശ്യം നിരാശപ്പെടുത്തില്ല. അടിപൊളി പടമാണ്. ഗ്രാഫിക്സ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുണ്ട്, അത്രേ ഉള്ളൂ. കടൽ സീനൊക്കെ ഗംഭീരമാണ്. പക്ഷേ ഗ്രാഫിക്സിൻ്റെയാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ബെറ്ററാണ്, പക്ഷേ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം, അത്രേ ഉള്ളൂ. അയ്യോ അതൊരു രക്ഷയില്ല. എപ്പോഴും ആക്ഷൻ കണ്ടോ? പിന്നെ മലയാളത്തിലെ ഇടിയാണ്. പക്ഷെ ഇന്ന് പറഞ്ഞാൽ ഫുള്ള് ഇടിക്കുന്നത് കണ്ടല്ല, കൊള്ളുന്നുണ്ട്, നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ കാണുന്ന ഒരു ടിപ്പിക്കൽ ഹീറോ എന്താ, ഗുണ്ടകളെ മാത്രം ഇടിച്ചെടുക്കുന്നൊരു അതൊക്കെ മാറി നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമാണ്. നമുക്ക് ചില സമയം തോന്നിപ്പോയി പെപ്പയ്ക്ക് ഈ ഒരു എതിരാളികളെ നേരിടാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ളവരെ തോന്നിപ്പോയി. എന്നാലും അവസാനം ഗംഭീരമാണ്. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. ഗ്രാഫിക്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പെപ്പയെ ഓണം കൊണ്ട് തകർത്ത് പാറി. അതായത് കടലിന്റെ രീതിയിലുള്ളൊരു സിനിമ, അടിച്ചു പൊളിച്ച ഒരു സിനിമ. പെപ്പയെ ഓണം കൊണ്ട് ഉറപ്പിച്ച് ഓണം പെപ്പയ്ക്കുള്ളതാണ്, യാതൊരു സംശയമില്ല. കടലിന്റെ ആ ഒരു സീന് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു ആക്ഷൻ. RDX മാറി നിൽക്കും. അതേപോലെയുള്ളൊരു ആക്ഷനാണ്. എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള ഒരു ആക്ഷൻ സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല. നല്ലൊരു സിനിമ, ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫായിട്ടാണ് വരുന്നത്, പക്ഷെ ഒട്ടും തന്നെ ലാഗില്ലാതെ എന്താ പറയുക, ഈ ഡയറക്ടർക്ക് നല്ലൊരു കൈയടി. ഇഷ്ടപ്പെട്ടു. ആക്ഷനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഫുള്ള് കടലാണ് കാണിക്കുന്നത്. ഒരു മലയാള തനിമ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വ്യത്യാസമുണ്ട്. നമുക്ക് പുള്ളിയുടെ ക്യാരക്ടർ നമുക്കറിയാൻ പറ്റുമല്ലോ. പുള്ളി നേരത്തെ ചെയ്ത പടങ്ങൾ വെച്ചിട്ട് നല്ല രീതിയിൽ ഉണ്ട്. പുള്ളിയുടെ പ്രസൻസ് നല്ലതായിരുന്നു. പക്ഷേ പടം ഇൻട്രസ്റ്റിംഗ് അല്ല. അതൊരു മടുപ്പായിട്ട് എനിക്ക് തോന്നില്ല. ഇല്ല, എനിക്ക് പടം ആവറേജ് ആണ്, അല്ലാതെ അതിൽ കൂടുതൽ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ബാക്ക് സ്റ്റോറിയൊക്കെ കാണിക്കാൻ നേരത്തും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല സിനിമയ്ക്ക്. BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ നല്ല, സംസീസിൻ്റെ വർക്ക് നല്ല. പക്ഷേ പടം തിരക്കഥയിൽ പോരായ്മയുണ്ട്.